വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിൽ ഘടകകക്ഷികളിൽ നിന്നും എതിർപ്പ് കനക്കുകയാണ്. അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തി. വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും മദ്യം വിൽക്കാൻ പാടില്ല എന്നതാണ് ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. UDF-ൽ വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയും പറഞ്ഞു. അതേസമയം നികുതി ഇളവ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിലെ എതിർപ്പുകൾ മറികടക്കാൻ മുഖ്യമന്ത്രി VD സതീശനാകുമോ? കാണാം RD എക്സ്ട്രാക്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയിളവ് നൽകുന്നതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് മുസ്ലിം ലീഗ്. വീര്യം കുറഞ്ഞ മദ്യമായാലും കൂടിയ മദ്യമായാലും രണ്ടും സമാനമാണെന്നും ഇവ രണ്ടും വിൽക്കാൻ പാടില്ലെന്നാണ് ലീഗിന്റെ നിലപാടെന്നും സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. മുസ്ലിം ലീഗിന്റെ തീരുമാനം UDF-നെ അറിയിക്കും. അക്കാര്യത്തിൽ വിഷമത്തിന്റെ ആവശ്യമില്ല. UDF-ൽ ചർച്ച ചെയ്തതിനു ശേഷമേ മദ്യനയത്തിൽ തീരുമാനമുണ്ടാകൂ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മദ്യം വീര്യം കൂടിയതോ കുറഞ്ഞതോ എന്നല്ല, മദ്യരഹിതമായ കേരളമാണ് വേണ്ടതെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയായിരുന്നു മാർത്തോമ സഭാധ്യക്ഷന്റെ വിമർശനമെന്നതാണ് ശ്രദ്ധേയം. മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. മാർത്തോമ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുമെന്നും ചെന്നിത്തലയുടെ ഉറപ്പ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ എക്സൈസ് നയം വന്ന ശേഷം മാത്രമേ വിൽപ്പനാനുമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് എക്സൈസ് മന്ത്രി M. ലിജു വ്യക്തമാക്കി. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. വീര്യം കുറഞ്ഞതും കൂടിയതുമായ മദ്യം വിൽക്കരുത് എന്ന് തന്നെയാണ് ലീഗ് നിലപാടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. സർക്കാരിന്റേതായ നയങ്ങൾ ഉണ്ടാകുമെന്നും ലീഗ് മന്ത്രിമാർ പാർട്ടിയോട് ആലോചിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളതിനാണ്. വീര്യം കുറഞ്ഞ വീര്യം കുറയാത്തതൊക്കെ സെയിമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ചില നയങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അറിയിക്കും. പിന്നെ ആ കാര്യത്തിൽ ഇനിയും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മദ്യം പൂർണ്ണമായി വർജിക്കുകയാണ് സഭയുടെ ലക്ഷ്യമെന്നും തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയും പറഞ്ഞു. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു പരിപാടിയിൽ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മലങ്കര മാർത്തോമ സുറിയാനി സഭ മദ്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞതായിട്ടുള്ള മദ്യമെന്നോ വയസ്സ് കുറഞ്ഞതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മദ്യം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. മദ്യരഹിത കേരളമായിട്ട് തീരണം എന്നതാണ് ഈ സഭയുടെ ആഗ്രഹം. ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം അതായിരിക്കും എന്നത് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. മാർത്തോമ സഭ അധ്യക്ഷൻ പറഞ്ഞ കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരും. UDF കൂടി തീരുമാനിക്കും. മദ്യനികുതിയിൽ VN സുധീരൻ ആശങ്ക പ്രകടിപ്പിച്ചതിൽ തെറ്റില്ല എന്ന് എക്സൈസ് മന്ത്രി M. ലിജു പറഞ്ഞു. കോൺഗ്രസിൽ ഏക ഛത്രാധിപതികളോ യസ്ബോസ് സംസ്കാരമോ ഇല്ലെന്നും M. ലിജു പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ എക്സൈസ് നയം വന്ന ശേഷം വിൽപ്പനാനുമതി തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആശങ്ക പ്രകടിപ്പിക്കണമല്ലോ. ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്താണ് തെറ്റ്? ഇപ്പം ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലാണോ? CPM എന്നിട്ട് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. എസ്ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് അതാ പറഞ്ഞത്. അതേസമയം നികുതി ഇളവ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപണവുമായി മുൻമന്ത്രി P. രാജീവ് രംഗത്തെത്തി. ഫിനാൻസ് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഏകപക്ഷീയ തീരുമാനമെടുക്കുന്നുവെന്നും പുതിയ നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നതിൽ സംശയമുണ്ടെന്നും P. രാജീവ് പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിൽ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഏകപക്ഷീയമായി ഈ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് പാസാക്കിയെടുക്കുന്ന കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഫിനാൻസ് ബില്ലിനകത്തും നിന്ന് ഈ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് പിൻവാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തോ ഒരു കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ നമ്മൾ പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുന്ന കാര്യം തന്നെ ലീഗിന്റെ നിലപാടും അത് UDF-ൽ എങ്ങനെ പ്രതിഫലിക്കും,
മാത്രവുമല്ല മുഖ്യമന്ത്രി അവരെ ഏത് തരത്തിലാണ് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക, എന്തായിരിക്കും ആ ചർച്ചകൾ എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രാഥമികമായി നോക്കുന്നത്. അതിനൊരു പ്രാധാന്യവുമുണ്ട് ലീഗ് ആയതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. മദ്യനയം എങ്ങനെയാവും എന്താവും എന്നുള്ളതല്ല, മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇതിനകത്ത് എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്തോ എതിർപ്പുമായി രംഗത്തെത്തി എന്നുള്ള മട്ടിലാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എതിർപ്പാണോ? ഞങ്ങൾ മദ്യത്തെ വീര്യം കുറഞ്ഞതും വീര്യം കൂടിയായുള്ള എല്ലാ മദ്യത്തെയും എതിർക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഒരു നിലപാടുണ്ടാകുമല്ലോ. സർക്കാർ അതിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ടാകും. ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്. പാണക്കാട് തങ്ങൾ അദ്ദേഹം അങ്ങനെയല്ലേ പറഞ്ഞത്. എന്ന് വെച്ചാൽ സർക്കാരിന് മദ്യനയം പ്രഖ്യാപിക്കുകയും ആ മദ്യനയത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ സംഗതി ഈ നികുതി ഇളവോട് കൂടിയിട്ട് പ്രഖ്യാപിച്ച് കൊണ്ടുപോകണമെന്നാണെങ്കിൽ ലീഗിനെതിരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അർത്ഥം അത് സർക്കാരിൻ്റെ നിലപാടാണല്ലോ എന്നാണ്. ഇപ്പോൾ UDF ഇപ്പോൾ എന്താണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒടുവിലത്തെ നില എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് UDF തീരുമാനമെടുക്കുമെന്നാണ്. UDF തീരുമാനമെടുത്താൽ അതിനനുസരിച്ചായിരിക്കും നടക്കുക എന്ന് തന്നെയാണ് ഈ എക്സൈസ് മന്ത്രി പറഞ്ഞതിൻ്റെയും അർത്ഥം. അപ്പോൾ UDF മദ്യനയത്തിനകത്ത് തീരുമാനമെടുക്കുക എന്നതിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം നടക്കുന്നതിന് മുമ്പ് ഒരു മുന്നണിയിലെ ഘടകകക്ഷികളോട് സംസാരിക്കുകയോ സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് സംസാരിക്കുകയോ സ്വന്തം പാർട്ടിയിലെ എക്സൈസ് മന്ത്രിയോട് തന്നെയോ സംസാരിക്കുകയോ ചെയ്യാതെ VD സതീശൻ ഇതിൻ്റെ ഈ വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു നികുതി ഇളവിലൂടെ എന്നതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്, ഒരു റിയൽ ഇഷ്യൂ ആയിട്ടുണ്ട്. ആ റിയൽ ഇഷ്യൂവിനോട് മുസ്ലിം ലീഗ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വീര്യം കുറഞ്ഞതിനും വീര്യം കുറയാത്ത എല്ലാ മദ്യത്തിനും എതിരാണ്. മദ്യത്തിനെതിരാണ്, ഞങ്ങളുടെ നിലപാട് മദ്യത്തിനെതിരാണ്. പക്ഷേ മദ്യം വിൽക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങളൊന്നും മിണ്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് എന്താണ്, ഇത് ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഓർക്കണം, PMCയുടെ കാര്യത്തിൽ എന്താണോ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോഴും. ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഈ സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ മുന്നണിയുടെ കാലത്തെ രണ്ടാം പാർട്ടിയായിട്ടുള്ള CPIയെ ഈ മുന്നണിയുടെ കാലത്തെ രണ്ടാം പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനോട് ചേർത്ത് വെച്ച് നോക്കേണ്ടത്. നോക്കൂ, അവിടെ KM ഷാജിയെപ്പോലെ തീപ്പൊരി പ്രാസംഗികരോ മൈക്കങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിലപാടുകളുടെ രാജകുമാരനാകുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയും ഇതാ അറബിക്കടൽ മൂപ്പരെ കാത്തുക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഡയലോഗ് അടിക്കുക ബിഡൽസ് അടിക്കുക പോലുള്ള ആളുകളൊന്നും CPIക്കകത്തില്ല. K രാജൻ വന്നിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബിനോയ് വിശ്വം ഇളം തന്നൽ പോലെയാണ് സംസാരിക്കുക. ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ CPI ഒരു കാര്യം പറഞ്ഞു, PMC ഒപ്പിട്ടപ്പോൾ നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഈ കേരളത്തിനകത്ത് ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞില്ല എസ്ബോസ്, ആ എസ്ബോസ് സംസ്കാരത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് പറയുന്ന പിണറായി വിജയൻ തന്നെയും വഴങ്ങി ഒപ്പിട്ട കാര്യം മരവിപ്പിച്ചു എന്ന് VD സതീശൻ പറഞ്ഞാണല്ലോ, മരവിപ്പിച്ചു. ആരാണ് എതിർത്തത്? CPI. ആ മുന്നണിയിലെ രണ്ടാം പാർട്ടി എതിർത്തു. ഇവിടെ മുസ്ലിം ലീഗ് ഈ മുന്നണിയിലെ രണ്ടാം പാർട്ടിയാണ്. PMC അവരൊപ്പിട്ടതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടും. അത് അവരുടെ മന്ത്രി പറഞ്ഞാണ് എൻ ശംസുദ്ദീൻ. PMC ഒപ്പിടണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് PMC ഒപ്പിടണം എന്നാലേ ആ പണം കിട്ടൂ സംസ്ഥാനത്തിന് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ബാക്കി കാര്യം പിന്നെ നോക്കാം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ ബിഡൽസ് അടിച്ചിട്ട് എന്നുവെച്ചാൽ ഭയങ്കര ഡയലോഗ് അവിടെ നിന്ന് അടിച്ചിട്ട് പിന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്ന പരിപാടി CPI ചെയ്യില്ല. ലീഗ് അതല്ലേ ചെയ്യുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾ പറയാണ് ഞങ്ങൾ എല്ലാ മദ്യത്തിനും എതിരാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇവർ കൂടെ അംഗമായിരിക്കുന്ന ഇവർ രണ്ടാം കക്ഷിയായുള്ള UDFനകത്ത് കഴിഞ്ഞ രണ്ടാം കക്ഷിയായിട്ടുള്ള CPI ചെയ്തതുപോലെ ഇത് പാടില്ല കുട്ടികളെ, ഇത് നമ്മൾ മദ്യം വിൽക്കാൻ പാടില്ല ഇങ്ങനെ. ഇതിന് പ്രത്യേകിച്ച് ഒരു പുതിയ ഏരിയയിലെ മദ്യവും കൂടെ, ഇപ്പോൾ ഒഴുകുന്നതൊക്കെ ശരി, പക്ഷേ പുതിയ ഏരിയയിലൊരു മദ്യവും കൂടെ ഈ നാട്ടിൽ ഇറക്കരുത് എന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ? പറ്റില്ല. ശ്യാമിന് നോക്കിക്കോളൂ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഇതേ നിലക്ക് തന്നെ VD സതീശൻ വിചാരിച്ചതുപോലെ തന്നെ ഈ നാട്ടിലുണ്ടാകും, നിലവിൽ വരും. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രവചിച്ചു. ഒന്ന് PMC, ആ കാര്യം ഏതാണ്ട് ശരിയാകുന്ന ട്രാക്കിലേക്കാണല്ലോ പോകുന്നത്. ഇതും നടക്കും, ഒരുപക്ഷെ ഒരല്പം വൈകിയേക്കാം. ലീഗ് മിണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ലീഗ് സംഘടനാപരമായിട്ട് വളരെ ശക്തിയുള്ള പാർട്ടിയാണ്, രാഷ്ട്രീയമായിട്ട് ദുർബലരാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടു. CPI സംഘടനാപരമായിട്ട് ഇവരുടെ അത്ര ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. ഇവർക്കുള്ളത്രക്ക് വലിയ വോട്ട് ബാങ്കും ഇല്ല, ഇവർക്കുള്ളത്രക്ക് വലിയ സംഘടനാ ശരീരവുമില്ല, ഇവർക്കുള്ളത്രക്ക് വലിയ കേഡർ സംവിധാനവും CPIക്ക് ആ അർത്ഥത്തിൽ നോക്കിയാൽ. പക്ഷേ CPIക്ക് രാഷ്ട്രീയ ശക്തിയുണ്ട്. CPI ഒരു കാര്യം തീരുമാനിച്ചു, ഇതാണ് ഞങ്ങളുടെ നിലപാട്, അവരത് നടപ്പാക്കി. മുസ്ലിം ലീഗോ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട് വാൻ കരുത്തരാണ്. നേതാക്കളൊക്കെ എന്താ തീപ്പൊരികൾ. രാഷ്ട്രീയം എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വിറക്കും. പക്ഷേ അവർ കാര്യത്തോടെടുക്കുമ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് ദുർബലരാണെന്ന് തെളിഞ്ഞു. രാഷ്ട്രീയ ദുർബലരാണ് ഇവർ എന്ന കാര്യത്തിന് ഒരുപാട് തെളിവുകൾ വേറെയുണ്ട്. അവിടെ പിന്നെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റാത്ത നേതാക്കളുള്ള പാർട്ടിയാണത്. ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, അതായത് പല കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇതുപോലൊരു സംവിധാനത്തിനകത്ത് ഇതുപോലൊരു കാലത്തൊരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പക്ഷേ അപ്പോൾ പിന്നെ ആ നിലപാടെടുത്തേക്കണം.
പിന്നെ ഞങ്ങളങ്ങ് ഡയലോഗ് അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ഞങ്ങൾ വിയോജിച്ചുകൊണ്ട് യോജിക്കുന്നു അല്ലെ യോജിച്ചുകൊണ്ട് വിയോജിക്കുന്നു അങ്ങനെ എന്തോ ആൾക്കാർക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ഈ തീപ്പൊരി KM ഷാജി പറഞ്ഞത്. അതായത് വിയോജിച്ചുകൊണ്ട് യോജിക്കുന്നു. കാര്യം പറഞ്ഞാൽ പോരെ, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും UDF ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെയാണ്, ഇത് വരുമാനം വേണം, നാട്ടിന് വരുമാനം വേണം. എന്തുകൊണ്ടാണ് PMC ഒപ്പിടേണ്ടി വരുന്നത്? വരുമാനം വേണം, പണം വേണം, പണമില്ലാതെ കാര്യം നടക്കില്ല. എന്തുകൊണ്ടാണ് മദ്യം, വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവ് കൊടുത്തിട്ട് നാട്ടിലേക്ക് വിൽപ്പന നടത്താൻ പറയുന്നത്? സംസ്ഥാനത്തിൽ അതിൻ്റെ വരുമാനം വേണം. അത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ എല്ലാവർക്കും, നാട്ടുകാർക്കല്ലാതെ മനസ്സിലാവും. അതിനോട് എന്നാൽ പോരെ. ഇത് മറ്റേ എന്താണ് കക്ഷത്തിലുള്ളത് എന്ന് വെച്ചാൽ ഇവരുടെ ഞങ്ങൾ വലിയ ശക്തരായ പാർട്ടിയാണ്, ഞങ്ങൾ തീപ്പൊരികളാണെന്നുള്ള കാര്യം വേണം താനും മുകളിൽ എടുക്കുകയും വേണം. ആ പരിപാടി നാട്ടുകാരുടെ മുമ്പിൽ ദുർബലമായി പോകും. ഇവർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യമല്ലേ VD സതീശൻ ചെയ്യുന്നത്? അദ്ദേഹത്തിനൊരു സ്റ്റാൻഡുണ്ട്, അദ്ദേഹം വരുന്നു, ആ സ്റ്റെപ്പ് ഒട്ടും വൈകാതെ ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നു. അല്ലേ പിന്നെ ഇപ്പോൾ തങ്ങൾ വന്നിട്ട് ഞങ്ങൾ അതിനൊക്കെ എതിരാണ്, ഇതിനെതിരാണ്, മറ്റേതിനെതിരാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് നമ്മൾ ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ലീഗുകാരെല്ലാം വന്നിട്ട് നമ്മളെ താഴെ ഈ ലിങ്കിൻ്റെ താഴെ നമ്മളെ ചീത്ത വിളിക്കും, നമ്മളെ അതിനേക്കാൾ നല്ലത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ കേരളം വിലയിരുത്തുകയാണ്. വന്നിട്ട് 2 മാസം ആകുന്നതിന് മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ആ മുന്നണിയിലെ 2ാം പാർട്ടിയേക്കാൾ രാഷ്ട്രീയമായിട്ട് എത്രയോ ദുർബലരാണ് ഈ മുന്നണിയിലെ. സംഘടനാപരമായിട്ട് ശക്തരാണെങ്കിലും ഈ മുന്നണിയിലെ 2ാം കക്ഷിയായ മുസ്ലിം ലീഗ് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ മറ്റൊരവസരം എന്ന് കണ്ടാൽ മതി. നേരത്തെ പറഞ്ഞ ബോസ് സംസ്കാരം ഉണ്ടല്ലോ, ഈ ലിജു നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞ ബോസ് സംസ്കാരമോ ഏകഛത്രാധിപതിയോ ഒന്നുമില്ലാത്ത പാർട്ടിയാണെന്ന് പറയുമ്പോഴും അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരാൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ഓറയിൽ ലീഗിനൊരു ക്ഷീണം പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ ആ ക്ഷീണം മാറിയേക്കാം വരും കാലങ്ങളിൽ വേണമെങ്കിൽ. ഇപ്പോൾ ഒരു മദ്യനയമാണല്ലോ ഒരു അവസാന വാക്ക്. ആ മദ്യനയത്തിന് മുമ്പാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ലീഗ് ഓർമ്മിപ്പിക്കുന്നത് എന്ന ഒരു വേർഷനിൽ ഞാൻ കാണുകയാണ്. അതിന് കടന്ന വേർഷനാണ് ഇപ്പോൾ സനീഷേട്ടൻ പറഞ്ഞത്. ഈ വേർഷനിൽ ഞാൻ കാണുകയാണ്, ഒത്തിരി ലൈറ്റായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് ക്രിസ്ത്യൻ സഭകളൊക്കെയും ഇതുപോലെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇത് പരിഗണിക്കണം, ഓർപ്പിക്കണം. ഇന്ന് ആഭ്യന്തരമന്ത്രിയെ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മെത്രാപ്പൊലീത്ത ആ കാര്യം ഓർപ്പിച്ചത്. അങ്ങനെയുണ്ടായത്. അപ്പോൾ ലീഗിനിപ്പോൾ ഇങ്ങനെ കടുത്ത നിലപാടുകൾ എടുത്തതിൻ്റെ ക്ഷീണമാണ് നിലവിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെടുത്തിട്ടോ ഭരണത്തിലെത്തുമ്പോഴത്തേനും അത് ഒരുമിച്ചെടുത്തതിൽ ഒരാൾ ഈ കഴുക്കോല് വലിച്ചിട്ട് പോയ അവസ്ഥയിലാണല്ലോ നിലവിൽ അവർ ഉള്ളത്. അതിൻ്റെ ഒരു ക്ഷീണമാണ്. അത് കെട്ടിപ്പൊക്കാൻ ഇനി സമയമെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കഴുക്കോല് വലിച്ചതാരാണ്? VD സതീശനാണ് വലിച്ചിരിക്കുന്നത്. അദ്ദേഹം വന്നതുപോലെ എല്ലാം നടപ്പാക്കി പ്രത്യേകിച്ചൊന്നുമില്ല, വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു നിലപാടെടുത്തു കഴിഞ്ഞാലും അത് ആരെങ്കിലും ചെവിക്കൊള്ളാനുണ്ടോ എന്നുള്ളത് പോലെയാണ്. ഇത് കണ്ണാടി നോക്കി ചോദിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതോ മലനിരയിലേക്ക് ഓതി വിടുന്നത് പോലെയോ എന്നൊക്കെ ഉള്ളൂ. അതായത് ലീഗ് എന്ന പുരയ്ക്ക് മീതെ VD സതീശൻ എന്ന ഒരാൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു. ഞാൻ ദുർബലരാണെന്ന് പറഞ്ഞത്. ദുർബലരാണ്. നമ്മൾ രണ്ടും ഒരേ കാര്യം പറയുന്നത്. അതിന് മൃദുസ്വഭാവമൊന്നുമില്ല സ്വാമിന് പറയുമ്പോൾ. ഇല്ല അല്ലേ? അങ്ങനെയാണ് പിന്നെ കടുത്ത് തന്നെ. അതായത് ആ പുരയ്ക്ക് മീതെ പന്തലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവർക്ക്. ഒന്നൊരു ശിഖരം വെട്ടാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് മാത്രം ഇങ്ങനെ പറയാം. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പ്രകാശം വരുന്നില്ല കേട്ടോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാത്തത് ഇനി അത് മാത്രവുമല്ല, ലീഗിൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ നിൽക്കുകയും ഇവരുടെ മന്ത്രിമാർ വേറെ വഴിക്ക് സഞ്ചരിച്ചു പോവുകയും ചെയ്യുകയാണ്. അത് PK കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, ഷംസുദ്ദീൻ ആയിക്കോട്ടെ, KM ഷാജി ആയിക്കോട്ടെ, PK ബഷീർ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല. അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും മന്ത്രിസഭയുടെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് VD സതീശനുമായിട്ടും ചുറ്റും പറ്റി നിൽക്കുമ്പോൾ ഇവർക്കൊക്കെ ഈ പാർട്ടിയുടെ നിലപാടുകളല്ല, അതും ഈ പറയുന്നതിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലെ വിയോജിച്ചുകൊണ്ട് യോജിച്ചു പോവുക എന്നൊക്കെ പറയേണ്ട ഒരവസ്ഥയിൽ ഇങ്ങനെ 2 വഴിക്കാണ് പോകുന്നത്. അത് എടുത്തെടുത്ത് പറയണം. ഇതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ സുഹൃത്തിനുള്ള ഈ വർഷത്തെ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹം ഏത് തരം ന്യായീകരണം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? സാധാരണഗതിയിൽ ഇതിപ്പോൾ പുറത്തു പോകുന്ന കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേനും മറ്റൊരു കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കും അവനുണ്ടോന്ന്. ഉണ്ടാവില്ല കൂടെ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഒന്ന് ബാത്റൂം പോയതാ, അല്ലെങ്കിൽ മറ്റേതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ അവനോട് വിളിക്കാൻ പറയാം. ഈ പറയുന്നത് പോലെയല്ല, അത് എന്നോട് സംസാരിച്ചതാണ്. അതായത് മൂലം വള്ളംകളിയുടെ കാര്യം പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതല്ല, മുൻപ് പറഞ്ഞ് അവസാനിപ്പിക്കാത്ത ഒരു സംഭാഷണത്തിൻ്റെ തുടർച്ചയായിരുന്നു അത്. അല്ലാതെ അതിനുള്ള ഉത്തരമല്ല എന്നുള്ളത്. ഇത്രയും വലിയൊരു സുഹൃത്തിനെ വേറെ എവിടെ കിട്ടി? ഈ വർഷത്തെ ഏറ്റവും വലിയ സുഹൃത്തിനെ ഉള്ള പുരസ്കാരം PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. മറ്റാരിൽ നിന്ന്? അതൊരു ലീഗ് മന്ത്രിയാണ്. ഇനി പോട്ടെ, KM ഷാജി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശേഷാദ്രിനാഥൻ, അത്
കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുണ്ട്. അത് കുഴപ്പമാണെന്ന് പറയുമ്പോൾ വിശ്വാസിയായതുകൊണ്ട് ആരെയും അങ്ങ് സംഖ്യയാക്കണ്ട, അങ്ങനെയില്ല, അങ്ങനെ പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നും പറ്റില്ല എന്നൊന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഒന്ന് മദ്യനികുതിയിൽ ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ KM ഷാജിക്ക് ഏറ്റവും മികച്ച രണ്ടാമത്തെ ഫ്രണ്ടിൽ കൊടുക്കണം. അതെ അതെ, മദ്യനികുതി വിയോജിച്ചുകൊണ്ട് യോജിക്കുന്നു. PM ശ്രീ ആണെങ്കിൽ അതൊക്കെ പ്രസംഗത്തിലെ ടെക്നിക്കൽ വേർഡുകളാണ്, അതൊക്കെ തെരുവിൽ ഉയർത്തേണ്ട രാഷ്ട്രീയമല്ല, ഇവിടെയാണോ അത് പറയേണ്ടത് എന്നല്ലേ അദ്ദേഹം ചോദിച്ചത്. അറബിക്കടൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്, അറബിക്കടലൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പിന്നെ N ശംസുദ്ദീൻ PM ശ്രീയുമായി മുന്നോട്ട് പോകാതെ മറ്റൊരു തരമില്ല എന്നും പറഞ്ഞു. അതായത് വേറെ ഒന്നുമില്ല, അത് മുന്നോട്ട് പോകാതെ വേറൊരു തരമില്ല. PK ബഷീർ ആണെങ്കിലും മുമ്പ് ഊരാളുകളുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു സത്യവും കൂടെ പറഞ്ഞതോടുകൂടി ലീഗ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് അവർ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ജനങ്ങളോട് സംബന്ധിച്ച പല വിഷയങ്ങളിലും ഇപ്പോൾ അധികാരത്തിലെത്തുമ്പോൾ അവരുടെ തന്നെ മന്ത്രിമാരിലൂടെ വീണ്ടും വീണ്ടും മറ്റൊരു നിലപാട്, അതായത് വിരുദ്ധമായ നിലപാട്, അവരാർക്കെതിരെയാണോ പോരാടിയിരിക്കുന്നത് ഇവരുടെ ഈ നിലപാടുകളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ അവരുടെ നിലപാടുകൾ തുടരുവാൻ വേണ്ടി ഇവർ തന്നെ കരുക്കളാവുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവാണ് VD സതീശൻ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പന്തലിച്ച് നിൽക്കുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിലവിൽ ലീഗ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആലോചിക്കാം, PM ശ്രീകളൊക്കെ കാവ്യവൽക്കരണത്തിനുള്ള സാധ്യത സിലബസിൽ കൈകടത്താൻ അനുവദിക്കില്ല, അത് ചവറ്റുകൊട്ടയിലെറിയും എന്നൊക്കെയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ എന്തുമാത്രം അധ്വാനമാണ് സത്യത്തിൽ ലീഗ് മൊത്തത്തിൽ കേരളം ഒട്ടാകെ അത്രയധികം പണിയെടുത്തിട്ടുണ്ട് അവർ ഈ UDF അധികാരത്തിൽ വരുവാനും. പിന്നെ അതുമാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശനായും ഇത്രയധികം വാദിച്ച മറ്റേതെങ്കിലും ഒരു പാർട്ടിയോ ആളുകളോ ഉണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും അധികം ഉറ്റുനോക്കിയിരുന്നത് ലീഗിനെയായിരുന്നു. പലരും ആ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലിരിക്കുന്ന VD സതീശനൊഴികെ മറ്റുള്ളവർ, അതായത് KC പക്ഷം എന്നൊക്കെ നമ്മൾ പറയുകയോ രമേശ് ചെന്നിത്തല പക്ഷം ഉള്ളവർക്കൊക്കെ എന്തിനാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം എടുക്കുന്നത്, ഞങ്ങളുണ്ടല്ലോ അഭിപ്രായം പറയാൻ എന്ന് പറഞ്ഞവർ തന്നെ ഒരുപാട് പേരുണ്ട്. ഇത്രയധികം മലബാർ മേഖലയിൽ മുഴുവൻ പണിയെടുത്ത ഇവരെ ഒറ്റയടിക്ക് ഇങ്ങനെ ചിള്ളിക്കളയുന്ന പോലെയുള്ള നിലപാടെടുത്തുകൾ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ പോലും ഇവർ ഉറച്ചുറച്ച് നിൽക്കുകയും ഇവരുടെ ശബ്ദം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. നേരിട്ട് വിളിച്ചതാണല്ലോ, പ്രിയങ്ക ഗാന്ധിയാണെന്ന് തോന്നുന്നു ഇവരെ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ശബ്ദം അറിയിച്ച ആളുകളാണ്. ഈ മുഖ്യമന്ത്രി VD സതീശനാകുവാൻ വേണ്ടി അത്രയധികം നിലപാടെടുത്ത ഒരാളുകളാണ്. പക്ഷേ അങ്ങനെ എടുത്ത് കെട്ടിപ്പൊക്കിയ ഒരു തറയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ല് ഊരിക്കൊണ്ടുപോയി കഴുക്കോൽ ഊരിക്കൊണ്ടുപോവുകയോ ചെയ്യുകയാണ് നിലവിൽ VD സതീശൻ. അതുകൊണ്ട് ലീഗ് ഭയങ്കര ക്ഷീണത്തിലാണ് നിലവിൽ അവർക്ക്. ഇനി അത് കെട്ടിപ്പൊക്കണമെങ്കിൽ അവർക്കൊരു വലിയ പാടുപെടേണ്ടി വരും. ഞാൻ ആലോചിക്കുകയാണ്, ലീഗിനൊരു പ്രതാപകാലമുണ്ട്. ലീഗിൻ്റെ 5 മന്ത്രിമാർ വേണമെന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് കൊടുത്തിരുന്നു. അതൊരു പ്രതാപകാലമായിരുന്നു. അവർ ലീഗ് നോ എന്ന് പറയുമ്പോൾ നോ എന്ന് കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിലവിലതില്ല. ലീഗ് അവിടെ നിന്ന് നോ പറയും, പക്ഷേ കാര്യങ്ങളൊക്കെ അവരുടെ മന്ത്രിമാർ മുഖേന തന്നെ അതിനൊരു ന്യായീകരണവും കണ്ടെത്തി നടക്കുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആ ക്ഷീണത്തിൽ നിന്ന് അവർ കരകയറിയേക്കാം. ഈ പറയുന്നത് പോലെ മദ്യനയമൊക്കെ വരുമ്പോൾ ഇതടക്കം പരിഗണിച്ചു. PM ശ്രീയുടെ കാര്യത്തിൽ CPIയുടെ പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ആ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ PM ശ്രീ ഒപ്പിട്ട് മരവിപ്പിച്ചു എന്നുള്ള വാക്ക് VD സതീശൻ്റെ തന്നെയാണ്. എന്നുവെച്ചാൽ അത് സർവ്വസമ്മതമുള്ളതാണ്. അതിൽ കൂടുതൽ ചെയ്തു, ഞങ്ങൾ റദ്ദാക്കിയെന്ന് ഇടതുപക്ഷം പറയുന്നതിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ തന്നെയും മരവിപ്പിച്ചു എന്നത് VD സതീശൻ മുഖ്യമന്ത്രിയുടെ തന്നെയും വാക്കാണ്. അതപ്പോൾ ഉണ്ട്. മരവിപ്പിക്കാൻ ഉള്ള പ്രൊട്ടസ്റ്റ് നടത്താൻ CPIക്ക് സാധിച്ചു. മരവിപ്പിക്കാൻ പോലുമുള്ള കാര്യം ചെയ്യാതെ PM ശ്രീ നടപ്പാക്കിയത് ആരാണ്? ഒന്നും മരവിപ്പിക്കുക പോലും ചെയ്യാതെ PM ശ്രീ നടപ്പാക്കിയത് ആരാണ്? അത് മുസ്ലിം ലീഗാണ് എന്ന് ചരിത്രം നല്ല ബോൾഡായിട്ടുള്ള അക്ഷരത്തിൽ എഴുതും. PM ശ്രീ നടപ്പാക്കിയത് ആരാണ്? മുസ്ലിം ലീഗാണ് എന്ന് എഴുതും. അക്കാര്യം സംശയം വേണ്ട. ശരി, ആ മന്ത്രിയുടെ പേരും ഉണ്ടാവും ആ കാലത്ത്. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിൽ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും രംഗത്തെത്തിയതോടെ ഭരണപക്ഷത്തും അതൃപ്തി ശക്തമാവുകയാണ്. നികുതി കുറച്ചതിലൂടെ വീര്യം കുറഞ്ഞ മദ്യം സുലഭമാകുമെന്നും അത് വലിയ തോതിലുള്ള മദ്യവ്യാപനത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയും ഗൗരവമായി തന്നെ കാണണം. മുൻ LDF സർക്കാർ കാർഷിക വിളകളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ചെറുകിട വ്യവസായങ്ങളിലൂടെ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ UDF സർക്കാരിൻ്റെ നയം സ്വകാര്യ കമ്പനികൾക്ക് അവസരമൊരുക്കുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ അടക്കം എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പനാനുമതി നൽകാൻ ഇടയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ബക്കാടി അടക്കമുള്ള കമ്പനികൾ കോടതിയിൽ പോയാൽ അനുകൂലമായി വിധി നേടാനുള്ള സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിനായുള്ള പ്രത്യേക വിൽപ്പന നികുതി ഘടന നിലവിൽ വന്നതിനാൽ കമ്പനികൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി എന്നർത്ഥം. ആഗോളതലത്തിൽ തന്നെ വലിയ ജനപ്രീതിയുള്ള റെഡി ടു ഡ്രിങ്ക് ബിവറേജുകൾ, ഫ്ലേവേർഡ് ലോ ആൽക്കഹോൾ ഡ്രിങ്കുകൾ തുടങ്ങിയവ ബെവ്കോ വഴി ഔദ്യോഗികമായി വിപണിയിലെത്താൻ വലിയ തടസ്സമുണ്ടാകില്ല എന്നതാണ് വസ്തുതയും. ഒരിടവേള കൂടി.